ആത്മീയ ഭോജ്യത്തിൽ നാം പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വിചിന്തനം തുടരുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത്, ഇന്ന് നാം അറിയേണ്ട കാര്യം നാളെ അറിഞ്ഞിട്ട് എന്ത് ഗുണം? ഇന്നറിയേണ്ടത് ഇന്നറിയണം. നമുക്ക് ഈ മാറ്റിവെക്കാനുള്ള ഒരു പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. വേണേൽ ഒരു പരീക്ഷ അപ്പിയർ ചെയ്തു, വേണ്ടതുപോലെ എഴുതാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമം. ചില പറഞ്ഞേക്കാം അടുത്ത പരീക്ഷയ്ക്കെങ്കിലും ആദ്യം മുതലേ പഠിച്ച് ഒരുങ്ങി നന്നായിട്ട് എഴുതണം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും പിന്നെയും പഴയതുപോലെ തന്നെ ആയിരിക്കാം. അവസാന നിമിഷത്തേക്ക് ചിലപ്പോൾ പ്രിപ്പറേഷനൊക്കെ മാറ്റിവെച്ചെന്ന് വരും. സഭാപ്രസംഗൻ 3-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങാൻ ഒരു സമയമുണ്ട്. അതാണ് ഈ കാലയളവ്. ഇത് കഴിഞ്ഞ് നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ പന്തക്കുസ്ത തിരുനാളിൽ നമുക്ക് കിട്ടാവുന്ന അഭിഷേകം, അനുഗ്രഹങ്ങൾ കിട്ടേണ്ടതിന് നാം ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. ഞാൻ ഓർക്കുന്നൊരു ദമ്പതിമാർ ധ്യാനം കൂടാൻ വന്നവരാണ്. അവർ സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങളുടെ കാലത്ത്, ഞങ്ങൾ കല്യാണം കഴിച്ച കാലത്ത് ഈ കരിസ്മാറ്റിക് നവീകരണ ധ്യാനമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ കേട്ട പോലെ അങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ അന്ന് അവസരമില്ലായിരുന്നു. ഇത് കുറച്ച് നേരത്തെ കേട്ടെങ്കിൽ, ഞങ്ങൾ വിവാഹിതരായ സമയത്ത് ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെ വിവാഹ ജീവിതം തീർച്ചയായിട്ടും ഇതിനേക്കാൾ ഭംഗിയായിട്ട് പോയേനെ. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറിയേനെ. അതൊക്കെ അവരുടെ കാലത്ത് അത് കിട്ടാതെ പോയപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അവർ വയോധികരായി. ഇനിയിപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന കാര്യം, അതിനെ വളർത്തുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് സാധ്യമല്ല. അതേക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല. നമുക്ക് ഇന്ന് കിട്ടേണ്ടത് ഇന്ന് കിട്ടണം. നാം ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം. ചില കാര്യങ്ങൾ മാറ്റിവെച്ചാൽ അതൊരിക്കലും നടക്കാതെ പോകും. മാത്രമല്ല അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കാതെ പോകും. അങ്ങനെ ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഞാൻ സൂചിപ്പിച്ചല്ലോ, സഭാപ്രസംഗൻ 3-ാം അധ്യായം 1 മുതൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഞാനിനിയിപ്പം ജിമ്മിൽ പോയി എൻ്റെ മസിൽ വളർത്താൻ നോക്കിയാൽ അത് നടക്കാൻ പോകുന്നില്ല. അതിനൊരു സമയമുണ്ടായിരുന്നു, ആ സമയത്ത് പോയില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിരിക്കാനൊരു സമയം, കരയാനൊരു സമയം, അധ്വാനിക്കാനൊരു സമയം, വിശ്രമിക്കാനൊരു സമയം. ഇതെല്ലാം സഭാപ്രസംഗൻ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സഭാപ്രസംഗൻ 11:9 മുതൽ, അതുപോലെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഈ 2 വചനഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യുവാവേ, യൗവനത്തിൽ നീ സമ്പാദിക്കേണ്ടത് യൗവനത്തിൽ സമ്പാദിക്കണം. ഇനി അല്ല എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഒന്നിലും ഒരു സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറഞ്ഞു പോകുന്ന ദുർദിനങ്ങൾ അത് വരാം. നീ നിൻ്റെ യൗവനത്തിൽ സമ്പാദിക്കേണ്ടത് സമ്പാദിക്കുന്നില്ലെങ്കിൽ പിന്നീട് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ദുരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ വരാമെന്ന് പ്രഭാഷകൻ 6:18 അവിടെ പറഞ്ഞിരിക്കുകയാണ്. യൗവനത്തിലെ ജ്ഞാനസമ്പാദനം നീ ആരംഭിക്കണം, വാർദ്ധക്യത്തിലും അത് തുടർന്നുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ തുടങ്ങിയാലേ വാർദ്ധക്യത്തിലും അത് തുടരാൻ പറ്റൂ എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ ആരെല്ലാം ദൈവത്തെ സ്തുതിക്കണം കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് യുവജനങ്ങൾ, യൗവനക്കാർ. അതുകൊണ്ട് ആ പ്രായത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 148 അതിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ള ആരെല്ലാം ദൈവത്തെ സ്തുതിക്കണം. നാം എല്ലാവരും ആ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടതല്ല. പുറപ്പാട് 23, 25, 26 വചനങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യവും പാനീയവും ദൈവം ആശീർവദിക്കും, രോഗങ്ങൾ സുഖപ്പെടുത്തും, ഗർഭഛിദ്രമോ വന്ധ്യതയോ കർത്താവ് അനുവദിക്കത്തില്ല. ഇതെല്ലാം ദീർഘായുസ്സ് നൽകി ദൈവം അനുഗ്രഹിക്കും. ഒരു വലിയ ലിസ്റ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 25 3-ാമത്തെ വചനം പറയുകയാണ്, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തത് വാർദ്ധക്യത്തിൽ നിനക്ക് എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? അവിടെ പ്രാർത്ഥനാ ജീവിതം, ശുശ്രൂഷാ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങേണ്ടതാണ്. എന്നിട്ട് തുടരണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇച്ചിരി ലേറ്റായിട്ടാണേലും ചെയ്യാൻ പറ്റിയ. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, മഗ്ദലന മറിയം ലൂക്കായുടെ സുവിശേഷം 8:2 വായിക്കുമ്പോൾ ഒരു കാലത്ത് 7 അശുദ്ധാത്മാക്കൾ അവളിൽ ഉണ്ടായിരുന്നതാണ്. കംപ്ലീറ്റ് നശിച്ച ഒരു വ്യക്തി. പക്ഷെ പിന്നീട് അവൾ അനുദപിച്ചു, അവൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞു, യേശുവിനോട് പ്രാണന് തുല്യം ജീവനായി, സ്നേഹമായിരുന്നു. അതാണ് മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുക. ഇനി കർത്താവ് ഉദ്ധാനം ചെയ്തപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. ഇന്നലകൾ ഓർത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ക്ഷമിക്കുമ്പോൾ മറക്കും എന്നുള്ളതാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. സാവൂൾ പൗലോസായി മാറിയത്
അപ്പോസ്തല പ്രവർത്തനം 8 നമ്മൾ കാണുന്നത് സാവൂൾ സഭയെ ഇടിച്ചു പൊളിക്കുന്നവൻ. 9 കർത്താവിനെ കണ്ടുമുട്ടിയ സാവൂൾ. 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് തീക്ഷ്ണമതിയായ പൗലോസ്. കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ പൂർണ്ണമായിട്ടും വെടിയാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു പൗലോസിനെ അവിടെ കാണാൻ പറ്റും. ഈജിപ്തിലെ വിശുദ്ധ മറിയം ഒരു കാലത്ത് പാപസുഖത്തിൽ ആവേശത്തോടെ മുഴുകിയതാണ്. പക്ഷെ അവൾക്ക് പിന്നീട് അനുതാപമുണ്ടായി. ശേഷിച്ച അവളുടെ ജീവിതം ഈജിപ്തിലെ മരുഭൂമിയിൽ വിവസ്ത്രയായി നടന്ന് അവളുടെ ഇന്നലകളിലെ പാപത്തിന് അവൾ പരിഹാരം ചെയ്തു. ഇവരുടെയൊക്കെ കാര്യം ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാൻ പറ്റാതെ പോയെങ്കിലും ഇനിയെങ്കിലും ചെയ്യാനുള്ള, അത് എത്രയും നേരത്തെ ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. 5 കാര്യങ്ങൾ മാറ്റിവെക്കരുത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാറ്റിവെച്ചാൽ ഒരുപക്ഷെ നടക്കാതെ പോകും. ഒന്നാമത്തെ കാര്യമാണ് പ്രഭാഷകൻ 5-ാം അധ്യായം 7-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിങ്കിലേക്ക് തിരിയാൻ നീ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണർന്ന് അത് നിന്നെ നശിപ്പിച്ചേക്കാം. ഈ തിരിച്ചുവരവ് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസാന്തരം. ഇന്നോട് ഇങ്ങനെ അങ്ങ് പോട്ടെ, നാളെ മുതലായിക്കോളാം, അടുത്ത ആഴ്ച മുതലായിക്കോളാം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് മാനസാന്തരം മാറ്റിവെക്കുന്നവരെ കാണാൻ പറ്റും. അരുത്, അത് അപകടമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേതാണ് പ്രാർത്ഥന മാറ്റിവെക്കരുത്. ലൂക്കാ 11:3 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി ഓരോ ദിവസം ചോദിക്കണം. ഒരു മാസത്തേക്കുള്ളത് ഒന്നിച്ച്, അല്ലെ ഒരു വർഷത്തേക്കുള്ളത് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ധ്യാനം കൂടിയാൽ മതി. അതല്ല പറഞ്ഞിരിക്കുന്നത്. അന്നന്ന് വേണ്ടുന്നത് ഓരോ ദിവസവും നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. ലൂക്കാ 21:37 വായിച്ചാൽ വളരെ ക്ഷീണിതനായ കർത്താവ്, പകൽ മുഴുവൻ അധ്വാനിച്ചവൻ, രാത്രി മല കയറി അവിടെ പ്രാർത്ഥനയിലിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ശുശ്രൂഷ. നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഒരുപക്ഷെ അത് നടക്കാതെ പോകും. ചിലർ പിള്ളേരുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റിലായി കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങും എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. അങ്ങനെ മാറ്റിവെക്കാവുന്നതല്ല എന്ന്. പിള്ളേരുടെ കാര്യം കഴിയുമ്പോൾ പിന്നെ കൊച്ചുമക്കളുടെ കാര്യം പറഞ്ഞ് അതിനെ പുറകെ പോകേണ്ടി വന്നേക്കാം. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ ബാലനായിരുന്ന സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. ബാലനായിരിക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ആരംഭിക്കേണ്ടതാണ് ശുശ്രൂഷാ ജീവിതം എന്ന് മനസ്സിലാക്കാം. 4-ാമത്തെ കാര്യമാണ് കാഴ്ച സമർപ്പിക്കാൻ കാലതാമസം വരുത്തരുത്. പുറപ്പാട് 22:29 വചനം, സമൃദ്ധി വരുമ്പോൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ നീ കാലതാമസം വരുത്തരുത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമാവർത്തനം 23:21 വചനം വായിച്ചാൽ അവിടെ നേർച്ച നിറവേറ്റാൻ കാലതാമസം വരുത്തരുത്. ഈ 5 കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ചിലപ്പോൾ നടക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. നാളത്തേക്ക് മാറ്റിവെച്ചാൽ നമുക്കതിൻ്റെ സൽഫലം ഉണ്ടാകാതെ പോയേക്കാം. ഈ ഒരു ബോധ്യം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട്, അവർക്കൊരു അഭിഷേകം കിട്ടാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.